കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. അതുകൊണ്ട് ഫസ്റ്റ് പിന്നെ പറഞ്ഞ വോയിസ് നിങ്ങളൊന്ന് കേക്ക്. എനിക്ക് തോന്നുന്നു പുള്ളി ബൈസെക്ഷൽ ആണ്. തൊപ്പിയോ? ആ, തൊപ്പി ബൈസെക്ഷൽ. അല്ല, തൊപ്പി പറഞ്ഞിട്ടുണ്ടെന്ന്. അതുള്ള കാര്യോ? നിനക്ക് നീ കണ്ടിട്ടുണ്ടോ? ആ, ഞാൻ പുള്ളീനെ ഷമീറിനെയും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. സീരിയസ്ലി എന്റെ ഉമ്മ സത്യം. ഒന്നുകൂടെ വെക്കാം. പുള്ളീനെ ഷമീറിനെയും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. സീരിയസ്ലി എന്റെ ഉമ്മ സത്യം. നീ ഇത്തരക്കാരനാന്ന് ഞാൻ വിചാരിച്ചിട്ടാ. നിനക്കുള്ള അച്ഛനാങ്ങളമാര് ഇയാളുടെ അവസ്ഥ ഇതാണെങ്കിൽ അല്പ സൗന്ദര്യമുള്ള എന്റെ അവസ്ഥ എന്താണ്? നിന്റെ കണ്ണാലെ കണ്ട കാര്യമാണോ അതോ വെറുതെ ഞാൻ എന്റെ കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യം. ഞാൻ എന്റെ കണ്ണാലെ കണ്ടിട്ടുള്ള തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. അയ്യോ, അടുക്കളയിൽ വെച്ച് പതിരാത്രി കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യം. ലഡു ഒക്കെ ഉണ്ടല്ലോ ചേട്ടാ. ഈ ചെറുപഴം എന്താവല്ല ഉറങ്ങി കിടക്കുമ്പം ഇവര് കിച്ചണില് ഞാൻ ആ ഇതില് കണ്ടു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു അത് ഡ്രഗ് ഉപയോഗിച്ച് അങ്ങനെ പറ്റിപ്പോയതാണ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. അയ്യേ, തനിക്ക് ഇംഗ്ലീഷ് தெரியாதല്ലേ? ഇവിടെ മണി എന്ന് പറഞ്ഞ ക്യാഷ് അല്ലാതെ ഉൾക്കണ്ടല്ല. ഉപയോഗിച്ച് നമുക്ക് നമ്മളല്ലാണ്ടായി പോവും. അങ്ങനെ അച്ചോടാ ചോദിച്ചപ്പം കല്ലടിച്ചിട്ട് പറ്റിപ്പോയതാണെന്ന് കഥ പറഞ്ഞേ. പ്രിയ പബ്ലിക്, ഇവനെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെ ഒക്കെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. അത്രയും വേണോ സാർ? വേണം. കല്ലടിച്ചു കഴിഞ്ഞാല് അമ്മ ഏതാ, പെങ്ങളേതാ, അനിയനേതാ ഒന്നും അറിയില്ല, കൂട്ടുകാരനേതാ ഒന്നും അറിയില്ല. ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ബേസിക്കലി ഇവന്മാര് ഇത് കുണ്ടന്നൂർ ടീംസ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കല്ല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവന്മാരുടെ സ്വഭാവം മാറും, തനിക്കുണങ്ങൾ മാറും. അപ്പൊ പിന്നെ പല രീതിയിലാവും കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പൊ കിച്ചണിൽ വെച്ചിട്ട് തൊപ്പി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. മറ്റാർക്കും ഇല്ലാത്തൊരു പ്രിവിലേജ് ഇവന് തൊപ്പി കൊടുക്കുന്നില്ല. മറ്റാർക്കും ഇല്ലാത്തൊരു പ്രിവിലേജ്. തൊപ്പിയുടെ കസേരയിൽ ഇരിക്കുന്നു, തൊപ്പി ഒരുമിച്ച് ഇവർ രണ്ടുപേരും ഇരുന്ന് സ്ട്രീം ചെയ്യുന്നു, ബാക്കി എല്ലാവരും ബാക്കിലിരിക്കുന്നു. സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പി സെന്ററിൽ ഇരിക്കും, എന്നിട്ട് ബാക്കി എല്ലാവരും തൊപ്പിയുടെ ചുന്നിട്ട് കോമാളിത്തരം കാണിക്കും. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഇവൻ വന്നതിന് ശേഷം തൊപ്പിയും ഇവനും ഒരുമിച്ച് ഇങ്ങനെ മച്ചാൻ ഇരുന്നിട്ടാണ് സ്ട്രീം ചെയ്യുന്നത്. തൊപ്പി ചിലപ്പോഴും മോസ്റ്റ്ലി ഇവന്റെ പുറയിലായിരിക്കും. അങ്ങനൊന്നും ഇല്ല, അങ്ങനൊന്നും ഉണ്ടാവാൻ പാടില്ല. അന്നേരം നമ്മുടെ സായി പറഞ്ഞ പോലെ ഇവരും മറ്റേ മമ്മുവും കൂടെ ഷേക്ക് അടിച്ചത് തൊപ്പി കണ്ടപ്പോ തൊപ്പി ആ വീഡിയോ എടുത്ത് വെച്ചു. തൊപ്പിക്ക് അന്നേരം ഇളകി. പാർട്ണറിനോട് മനസ്സിലായോ? കയ്യിന്ന് പോയടാ ചാർലി. ജലസ് പൊസസീവ്നെസ്. ഫുൾ ടൈം കല്ലടിച്ചിട്ട് നിക്കാണടാ നീയൊക്കെ. അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. തൊപ്പിക്ക് ഇങ്ങനെ ഗേൾസിനോട് ചെയ്യണമെങ്കിൽ തന്നെ മമ്മു ഇങ്ങനെ ചെയ്തു കൊടുക്കണം. അങ്ങനെയൊക്കെ ഞാൻ പറയുമായിരുന്നു. മമ്മുവേടാ നിന്നെ ഒറ്റി, നിന്നെ പറ്റിയും പോയി വന്ന് പറയുന്ന ഇതൊക്കെയാ. തൊപ്പിക്ക് ചെയ്തു കൊടുക്കും. പൊസസീവ്നെസ് ആണെന്ന് തോന്നുന്നു. പൊസസീവ്നെസ്. വെറുതെ പോരടിച്ചിപ്പ സമയം കളയാൻ ഒരു തമാശക്ക് ഞാൻ വെറുതെ കേട്ടിട്ടുണ്ട്. ഷമീർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ഊഹിക്കുന്നതിലും കൂടുതലാ ഫസി ഇവിടെ നടക്കുന്ന ഈ വീട്ടില് എന്നൊക്കെ എന്റെ അടുത്ത് ആ ടൈമിൽ പറയാം. ഞാൻ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അന്വേഷിക്കുമ്പോൾ എന്റെ അടുത്ത് പറയായിരുന്നു, എടാ ഇത് സത്യമായ കാര്യമാണോ അതോ അല്ലാന്നോണ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. നീ പോയത് നന്നായി, ഇവനിവിടെ കേറ്റാത്ത പെൺപിള്ളേരില്ല, ഭയങ്കര സീനാന്നൊക്കെ പറഞ്ഞ് എന്നെ വീഡിയോ കോളിൽ ഇങ്ങനെ കാണിച്ചൊക്കെ തരുമായിരുന്നു. കണ്ടു കാണുമെന്തോ ശിവനെ. അപ്പം ഷമീർ ലൈക്ക് അവരെല്ലാരും അങ്ങനെയായിരുന്നു ആ ടൈമില്. ഷമീറും അങ്ങനെയായിരുന്നു. ഓഹോഹോ. ഇല്ല, ഇവന്മാർ ഇത്രയും നാൾ ഈ പൈസ ഒന്നും കൊടുക്കാതെ അവിടെ നിൽക്കാനുള്ള ഒരു മോട്ടീവ് വേണമല്ലോ, അവിടെ നിൽക്കാൻ വേണ്ടിട്ട്. മോട്ടീവ് എന്ന് വെച്ചാൽ ആ ടൈമിൽ എനിക്ക് മനസ്സിലായത് അവിടെ ഗേൾസിനെ കിട്ടും. മനസ്സിലായോ?
ആ മതി മതി ആ മതി മതി. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.